ഹലോ ഇറ്റ്സ് ഐബടി പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയൊരു വിശേഷമുണ്ട്. ഇന്ന് എൻ്റെ രണ്ടാമത്തെ മോളുടെ നൂലുകെട്ടാണ്. 28 ദിവസമായിരിക്കുകയാണ്. 28ാം ദിവസം നമ്മൾ നൂല് കെട്ടുന്നത്. അതിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ 8 മണിക്കോ 9 മണിക്കോ ഇടയിലാണ് നമ്മുടെ നൂലുകെട്ട് ചടങ്ങ് സമയം വരുന്നത്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 8 ആയിട്ടുണ്ട്. നമ്മൾ ഫുഡും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. രാവിലത്തെ കാപ്പിക്കായിട്ട് ഓർഡർ കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന് എടുക്കേണ്ടി വരും. ചെറിയൊരു ഓർഡർ ആയതുകൊണ്ട് നമുക്ക് ഒരു 30 പേരൊക്കെ നമ്മൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. എന്തായാലും 9 മണിക്കുമ്പോൾ ചടങ്ങ് നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ അല്ലേ? കാരണം നമ്മളിപ്പോൾ കാപ്പി ഇതൊക്കെയാണ്. കാപ്പി നമ്മൾ വീശിടിയപ്പം ഗ്രീൻ പീസ് കറി, വട, പായസം പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മസരി പായസം, ബോളിയുണ്ട്. ബോളിയും കൂടെ മേടിച്ച് എന്തായാലും പായസം മേടിച്ചതല്ലേ, ബോളിയും കൂടെ അടിക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെ സ്പെഷ്യലാണ് ബോളി, ബ്രഹ്മസരി പായസം. ഇതിൻ്റെ വണ്ടി തന്നെ ഇരിക്കട്ടെ. നമുക്ക് ചടങ്ങ് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, പതുക്കെ ഒന്ന് എടുക്കാം. ഇനി ചുമക്കാം. അല്ലിക്കുട്ട സമയമില്ലേ അമ്മ? അല്ലിക്കുട്ട അല്ല അല്ലിക്കുട്ട ഉണ്ടോ? ആ അല്ലി വാ. കൊരേ പേടിച്ച് ഇവിടെ അല്ലിക്കുട്ടൻ കാലി നൂല് കെറ്റാണ് ഉറങ്ങുന്ന എണീറ്റ് കുഞ്ഞി ഉറക്കം ഇട്ടോട്. ബാബു അത് അമ്മയുടെ ഓക്കെ അമ്പോടോ ലക്ഷറി ലൈഫാണ് ഇന്നത്തെ ദിവസം. എനിക്ക് 2 കാലും കൂടെ ഉള്ളു. ചിരിച്ച അകത്തല്ലോ. പിന്നെ ആ പരമൊക്കെ മാറ്റി തറ സേഫ്റ്റിക്ക് നമ്മള് തുണി കെട്ടി അതെടുക്കാം. ഇതായിരിക്കും കുഴപ്പമില്ല. എങ്ങനെ ഇങ്ങോട്ടല്ലേ ഒട്ടും പിന്നില്ല, അങ്ങിട്ടാൽ കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തില് രാജമാണിക്യമാണ്. പിന്നെ നമ്മുടെ കാപ്പി എന്ന് പറയുന്നത് വീശിടിയപ്പം, നേരത്തെ പറഞ്ഞ വീശിടിയപ്പം, വെജിറ്റബിൾ കറി, വട, പായസം, ബോളി പായസം, ബോളിയുണ്ട്, പഴം, സെറ്റ്. അടിപൊളിയായി ഡൈനിങ്. ഓക്കെ അല്ലേ? നമ്മുടെ കാപ്പി വട കിട്ടിയില്ലേ? നല്ല മണം. നമ്മുടെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ബോളി വിത്ത് പായസം, ബോളി പായസം, പായസം കോരിയോ? പാചകമല്ലല്ലോ, വിളമ്പിൽ തുടങ്ങി. വീശിടിയപ്പം 3 കഴുകി. അമ്മ കഴിക്കുന്നില്ല. അമ്മ പോയി കഴിക്കും. അയ്യോ ഇവിടെ വെച്ചില്ല. അയ്യോ ഒന്ന് വിളിച്ചൂടെ?
അയ്യോ ഞാനാണ് എവിടെ കറി കറി അത് വേണ്ട ഒഴിക്കട്ടെ അത് മതി. ബോളി വെച്ചാടാ. ആ നീ കൂടെ തലകത്തി വാവക്കൂട്ട ഓരങ്ങ് എണീറ്റ് കണ്ണു തുറന്ന് അയ്യോ ഞാൻ നൂലുകെട്ട് കഴിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു പിരിഞ്ഞു. കുടുംബക്കാരെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോയി. എല്ലാവരും വളരെ സന്തോഷമാണ്. നമ്മളും വളരെ സന്തോഷത്തിലാണ്. നല്ലൊരു ദിവസമായത്. കണക്കിന് ഇന്ന് പോളിയോ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ അല്ലുവിനും പോളിയോ കൊടുക്കണം. അത് കണക്ക് കഴിഞ്ഞാൽ കുഞ്ഞുവിനും പോളിയോ കൊടുക്കണം. കുഞ്ഞുവിന് ആദ്യത്തെ പോളിയോ കൊടുക്കുന്ന ദിവസമാണ് അല്ലേ അല്ലുകുട്ടാ? അല്ലുകുട്ടൻ പോളിയോ അടിക്കൂലേ? ആ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പോളിയോ കൊടുക്കാൻ പോവുകയാണ്. പോളിയോ കൊടുക്കാൻ നമ്മൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണം. ആ ഗവൺമെന്റ് ചോദിച്ചു പോവാം. ഓക്കെ അല്ലേ? ഇന്നത്തെ ദിവസം അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? അവിടെ പേര് ഈ ചെവിയിലൊരു പേര് പറഞ്ഞെടുക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. കറക്റ്റ്. മോളുടെ പേര് ആരാധ്യ എന്നാണ്. ആരാധ്യ. ആദ്യത്തെ മോളുടെ പേര് ആദ്യ, രണ്ടാമത്തെ മോളുടെ പേര് ആരാധ്യ. അങ്ങനെ പേരിട്ടേക്കുന്നത്. പേരിടൽ തുടങ്ങിയെന്തോ നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പേരിട്ട് വിളിച്ചതല്ലേ. എന്തായാലും നമ്മൾ മഴയൊക്കെ തോന്നിട്ട് ഇറങ്ങി പോളിയോ കൊടുക്കുന്ന പരിപാടികളുണ്ട്. നോക്കാം. സാധാരണ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാണ് കൊടുക്കാറുള്ളത്. അംഗൻവാടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയാണെന്ന് വിളിച്ച് ആശാവർക്കറെ വിളിച്ച് ചോദിക്കും. ഓക്കെ. മഴയാണ് കേട്ടോ. അടിപൊളി മഴ പെയ്യുന്നുണ്ട്. കടങ്ങലാൻ കഴിഞ്ഞാണ് മഴ പെയ്തത്. അതുകൊണ്ട് കുഴപ്പമില്ല. ആ ആടാ അത് ഡേയ് ഇനി പറ ഡേയ്. അതായത് ആരാ വാവാ? ആ ഇത് ലച്ചു ചേച്ചിയുടെ വാവയാണത്. പല്ലുന്റെ വാവേ ഋതുക്കുട്ട ഞണ്ട ഋതു. എന്തോന്ന് ഒന്നും കഴിച്ചില്ലേ? വീണ്ടും കഴിക്കുന്നത് കൊള്ളാല്ലേ? ബോളി വേണ്ടേ? ബോളി രണ്ടെണ്ണം കഴിച്ചാ? നല്ല മോള്. കുഞ്ഞിനെ കാണിച്ചു. ഋതുക്കുട്ടായി ആ ഐ വാവ് ഉറങ്ങുന്നു. തണുപ്പാ. ഇതാണ് നമ്മളെ വാവ, അല്ലിക്കുട്ടന്റെ വാവ. ഇതാണ് ചേട്ടന്റെ ഇളയ പുത്രി. അവിടെ നിൽക്കുന്ന ചെച്ചു മൂത്ത പുത്രി അല്ലേ കുട്ടാ? അതെ. 11:40 നമ്മളെ കല്യാണ ഫോട്ടോ. 2020 കല്യാണം കഴിഞ്ഞത്. കൊച്ചപ്പന്റെ പൊന്നുമുത്തു അടേ അടികൂടല്ലേ? ഡേ കുഞ്ഞുവിന് പൊന്നുമുത്ത് എന്തിനാണ്? പാപ്പം കഴിച്ചാ? നം നം നം. ഓ വീട് പുറത്തടി. ഇതാണ് എന്റെ ചേട്ടൻ അജിത്. ഇതാ ജയില്. അച്ഛൻ ജയിലിൽ കിടക്കുന്ന വേറെ ജയിലിട്. വേറെ ജയില് അല്ലിക്കൂടം തളന്നാ. നമുക്ക് മഴ പെയ്യല്ലേ? ആശുപത്രി പോണ്ടേ? വീട് തിരിച്ചു വയ്ക്കുന്ന സാധനമാണിത്. കണ്ടാ ഇപ്പൊ മനസ്സിലായ നമ്മളെ വീട്ടിലെ ഒരു അവസ്ഥ. നീ അവിടെ നില്ല. എടി ഞാൻ കുഴിയാണെന്ന് പറഞ്ഞില്ലേ? ആ പിന്നെ അങ്ങ് വെളിയിറങ്ങ്. പതുക്ക. ഓ മഴയത്തൊരു പോളിയോ ദിനം. കുഴിയിലാണ്. ഇല്ല നീ ആ നടുക്ക് ആ സൈഡിൽ കൂടെ വാ.
അവിടെ പുറത്ത് വെള്ളം വീഴുന്നില്ലല്ലോ. മഴയത്ത് അവക്ക് കളി തന്നെ. അവക്ക് അല്ലു തെറ്റ് വീണാ നീ ഉരുണ്ടങ്ങ് പോവും. മുണ്ടൊക്കെ നനഞ്ഞ് വെള്ളമുണ്ട്. നല്ല ഉറക്കമാണ് കേട്ടോ. വാവാ ഇല്ലേ കമാണ് ഓരോരുത്തരായിട്ട് കയറിക്കോളി. അങ്ങ് അറ്റത്തുവോ? നമ്മളിവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോളിയോ കുടിക്കുന്ന സ്ഥലത്തോട്ട്. ഒരു അംഗൻവാടിയല്ല, ഹോസ്പിറ്റലല്ല, ഒരു വേറൊരു സ്പോട്ടിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയാണെന്ന് അറിയാൻ വയ്യ. വായനശാലയ്ക്ക് അടുത്താണോ വായനശാല എന്ന് പറയുന്നത്. അതിൽ പോയി നോക്കാം. അല്ല കുട്ടാ, എന്താ കുടിക്കാൻ പോണത്? അല്ല ബോളി എനിക്ക് ബോളി മാത്രം പോരാ, പായസം വേണം. എന്തിനാണ് പോളിയോ കുടിക്കുന്നത്? ഇതാണ് നമ്മുടെ പോളിയോ കൊടുക്കുന്ന സ്ഥലം. ഗ്രന്ഥശാല, പുല്ലൂർമുക്ക്, കല്ലമ്പലം. എല്ലാവരും റെഡിയല്ലേ പോളിയോ കുടിക്കാൻ? എന്തിനാണ് പോളിയോ കുടിക്കുന്നത് അറിയാമോ? എന്തിനാണ് പോളിയോ കുടിക്കുന്നത്? കുഞ്ഞു വന്നു നൂലിട്ടായോണ്ടല്ല. എന്തിനാണ് മറ്റേ അസുഖങ്ങളൊന്നും വരാതിരിക്കും. അസുഖം മാറാൻ നനയാതറിയിക്കോ തല മൂടിട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ സൗണ്ട് അപ്പൊ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. വന്നുടനെ അകത്ത് കയറി ആളില്ലായിരുന്നു. അല്ലി കയറി ഫസ്റ്റ് നമ്മൾ പോലും കണ്ടില്ല. മരുന്ന് കുടിച്ചെന്നാ പറയുന്നത്. അങ്ങനെ അല്ലി കുടിച്ചിട്ട് വന്ന് നമ്മൾ കയറിയത് ഒരുപാട് പേര് കയറി വന്നു. അല്ലേ വേറെ കുറെ പേര് കൂടെ വന്ന് എന്തായാലും മരുന്നെല്ലാം നല്ല രീതിയിൽ കൊടുത്ത് നമ്മുടെ രണ്ടാമത്തെ മോൾ ആരാധ്യയുടെ ആദ്യത്തെ പോളിയോ കൊടുപ്പ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അല്ലേ ഹാപ്പി അല്ലേ? ഭയങ്കര ഉറക്കമായിരുന്നു. വിളിച്ചുണർത്തിയാണ് കൊടുത്തത്. വിളിച്ചുണർത്തിയാണ് കൊടുക്കേണ്ടതെന്ന് അവരും പറഞ്ഞല്ലേ? അല്ലേ ഉറക്കത്തിൽ കൊടുത്തൂടാ. അപ്പം നൂലികെട്ട് കഴിഞ്ഞു, പോളിയോ കഴിഞ്ഞു, മഴയും കഴിഞ്ഞു. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കാറ്ററിംഗിൽ നിന്ന് നമ്മൾ മേശയും കസേര എടുത്തുകൊണ്ട് വന്നു. ഒരു ചടങ്ങല്ലേ, അപ്പോൾ 10 കസേര 3 മേശയില്ലാതെ എന്ത് ചടങ്ങ്. അപ്പോൾ ആ ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട്. അത് നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണ്. അടുത്ത കഴിഞ്ഞ കാറ്ററിംഗ്. അപ്പോൾ നമ്മളെ വണ്ടി ഇല്ല. അപ്പോൾ താഴത്തെ വീട്ടിൽ ചേട്ടനെ വണ്ടി ചോദിച്ചിട്ടുണ്ട്, വണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടെ അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ കാറ്ററിംഗ് കൊണ്ട് കൊടുത്ത് ഇന്നത്തെ ദിവസത്തെ എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുന്നതാണ്. ആ ചെറുക്കൻ്റെ ബാഗിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞു. വഴക്കമുള്ള വണ്ടിയാണ്. അടിപൊളി രസമുണ്ട് വണ്ടിയാണ് കേട്ടോ. ഓഫ് റോഡ് ഇതിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും തീർന്ന് റെസ്റ്റ് എടുക്കാം. രാവിലെ 4 മണി 4:30 ആയപ്പോൾ എണീറ്റാണ്. വീട്ടിലെ കാര്യങ്ങൾ ചടങ്ങ് വന്നാൽ അന്നത്തെ ദിവസം പിന്നെ നോക്കണ്ട. എല്ലാം ഏകദേശം എല്ലാം നല്ലതുപോലെ നടന്നു. ഇതാണ് നമ്മുടെ നാട് കല്ലമ്പലം. എൻ്റെ നാടായി വരികയാണ്. കാരണം എൻ്റെ നാട് കരക്കാവരാണ്, വൈഫിൻ്റെ വീട് കല്ലമ്പലത്താണ്. ഇത് നമ്മുടെ നാടായി. ഇവിടുത്തെ മുക്കുമൂല എനിക്കിപ്പോൾ അറിയാം. അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാ സാധനങ്ങളും തിരിച്ചെത്തിച്ചു. എല്ലാ ചടങ്ങുകളും നല്ലപോലെ നടന്നു. സന്തോഷം, സമാധാനം. ഓക്കെ, പുതിയ വീഡിയോ വീണ്ടും കാണാം. ഒരുപാട് പരിപാടികളുണ്ട്. പുതിയ വണ്ടിയൊക്കെ എടുത്ത് അതിൻ്റെ ഒരുപാട് വീഡിയോ വരും. എല്ലാവരും കാത്തിരിക്കണം. ഓക്കെ.